ഉക്രൈനെതിരെ ആണവായുധം പ്രയോഗിക്കുന്നതിൽ നിന്നും വ്ളാഡിമിർ പുതിനെ പിന്തിരിപ്പിച്ചത് ഭാരത പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണെന്ന് പോളണ്ട് വിദേശകാര്യ സഹമന്ത്രി ടെയോഫിൽ ബാർട്ടോഷ്സ്കി. പുതിനെ സ്വാധീനിക്കാൻ ശേഷിയുള്ള ലോകത്തെ ഏക നേതാവ് നരേന്ദ്രമോദി മാത്രമാണെന്നും അദ്ദേഹം പറഞ്ഞു. യുക്രൈൻ റഷ്യ സംഘർഷം രൂക്ഷമായ സാഹചര്യത്തിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർണായക ഇടപെടൽ നടത്തിയത്. യുക്രൈനുമേൽ ആണവായുധം പ്രയോഗിക്കാൻ തയ്യാറെടുത്ത പുടിനെ പിന്തിരിപ്പിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇടപെടലെന്നാണ് പോളണ്ട് ഡെപ്യൂട്ടി വിദേശകാര്യമന്ത്രി ടെയോഫിൽ ബാർട്ടോഷ്സ്കി അറിയിച്ചത്. The importance of India, giving the role the Honourable Prime Minister Modi plays in world politics. I think he's already tried to persuade President Putin to show restraint some years ago. I mentioned that on Indian television that he was one of the two people who called President Putin to not to attempt to use tactical nuclear weapons on the territory of Ukraine in 2022, and I think he has definitely a role to play. ഭാരതവും റഷ്യയും തമ്മിൽ തുടരുന്ന മികച്ച നയതന്ത്ര ബന്ധമാണ് നിർണായക വേളയിൽ ഇടപെടൽ നടത്താൻ നരേന്ദ്രമോദിയെ പ്രാപ്തമാക്കിയത്. യുക്രൈനിൽ കുടുങ്ങിയ ഭാരതീയരെ തിരികെ കൊണ്ടുവരാൻ നിർണായക ഇടപെടൽ നടത്തിയ രാജ്യം കൂടിയാണ് പോളണ്ട്. 2024 ജൂലൈയിൽ റഷ്യയും അതേ വർഷം ഓഗസ്റ്റിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി യുക്രൈനും സന്ദർശിച്ചിരുന്നു. ശ്രീബുദ്ധന്റെ നാട്ടിൽ നിന്ന് വരുന്ന താൻ സമാധാനത്തിന്റെ സന്ദേശവാഹകനെന്ന ശക്തമായ പ്രസ്താവന പ്രധാനമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായതും ഈ സന്ദർശന വേളയിലാണ്. ലോകസമാധാനത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇടപെടൽ അനിവാര്യമെന്ന് പല നേതാക്കളും പരാമർശിച്ചിരുന്നു. ഇന്ത്യ പോളണ്ട് ജോയിന്റ് ഇക്കണോമിക് കമ്മീഷൻ യോഗത്തിന് എത്തിയതായിരുന്നു വ്ളാഡിസ്ലോ ടെയോഫിൽ ബാർട്ടോഷ്സ്കി. ന്യൂസ് ഡെസ്ക്, ജനം.